ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതൊരു മിനി വ്ളോഗാണ്. ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ രാവിലെ ചെയ്തെടുക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഫസ്റ്റ് കലാപരിപാടിയിലേക്ക് വന്നു, നേരെ വന്ന് അടുക്കളയിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കി. ഇവിടെ 2 പുത്രിമാർക്ക് രാവിലെ പാൽ ചായ നിർബന്ധമാണല്ലോ. ഞാൻ തന്നെ പഠിപ്പിച്ച ശീലങ്ങളാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കൊടുത്ത് പിന്നെ പിള്ളേർക്ക് അത് പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ പിന്നെ രാവിലെ കണ്ണം തിരുമ്മി വരുമ്പോൾ ഇവർ ചായ എന്ന് ചോദിച്ചിട്ട് വരണത്. അപ്പോൾ അതുകൊണ്ട് ചായ വേഗം ആദ്യം തന്നെ ഫസ്റ്റ് ചായ ഉണ്ടാക്കി വയ്ക്കണം, അതാണ് ഏറ്റവും. പിന്നെ അവർ ചോദിക്കണ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചൂടാക്കിയാൽ മതിയല്ലോ അത്. അപ്പോൾ അത് വേഗം ഉണ്ടാക്കി വെച്ചു. പിന്നെ തലേന്ന് രാത്രിയിലത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. രാത്രി കുറച്ച് പാത്രങ്ങൾ അത് കഴുകാനായിട്ടുള്ള മൂടുണ്ടായിരുന്നില്ല. കഴുകി വെച്ചിട്ട് കിടക്കാറ്, പക്ഷേ എന്തോ ഒരു ഇതിൽ കഴുകിയില്ല. 2-3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വേഗം കഴുകി എടുത്ത് പിന്നെ ആ സ്ലാബൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. അത് തുടച്ച് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇപ്പോൾ ഇന്നലെ ദോശയ്ക്ക് മാവ് ഇന്നലെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് യോജിപ്പിച്ച് നല്ലപോലെ ഇതാക്കിയെടുത്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ടീമുകൾ എഴുന്നേറ്റു. അപ്പോൾ അതേ ചായ ഞാൻ 2 പേരുടെ കപ്പിലേക്ക് പകർത്താണ് കേട്ടോ. ഇനി ഇവരുടേതായ കപ്പാണത്, ആ കപ്പിലല്ലാതെ ഇവർ കുടിക്കില്ല, അതിനകത്ത് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും പോകണ നേരത്തെ ഈ കപ്പും ബാഗിലിട്ടാണ് ഞാൻ പോവാറ്. എവിടെ വെച്ചാൽ ഇവർക്ക് അതിൽ കുടിക്കേണ്ട അവർക്ക് സമാധാനമില്ല. അങ്ങനെ ചായയൊക്കെ 2 പേരും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദോശയ്ക്ക് ചട്നി, ടൊമാറ്റോ ചട്നിയാണ് ഇവർക്ക് ഇഷ്ടം. പക്ഷേ അത് ഉണ്ടാക്കണില്ല, ഇപ്പം നേരമില്ല ഇനിയിപ്പോൾ. അപ്പോൾ മറ്റേ വൈറ്റ് ചട്നി ഉണ്ടാക്കാമെന്ന്, തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇഷ്ടമില്ല. എന്നാലും ഇപ്പോൾ തിരക്ക്, രാവിലെ നേരില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം അത് തേങ്ങയൊക്കെ ചിരണ്ടി വേഗം ചമ്മന്തി അരിക്കുക. അപ്പോൾ പിന്നെ അവിടെ അടിച്ചിട്ട് പിന്നെ താളിച്ചൊഴിച്ചാൽ മതിയില്ല. അപ്പോൾ അത് വേഗം തയ്യാറാക്കി വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് വേപ്പിൻ്റെ ഇല പിച്ചാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ ഈറ്റങ്ങളെ ചായ കൂടി കഴിഞ്ഞിട്ട് പല്ലേക്കുള്ളൂ. അതുകൊണ്ട് ഒരെണ്ണത്തിന് പിടിച്ചൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പല്ലേക്കാനായിട്ട് ഭയങ്കര മടിയ കാലത്ത് 2 എണ്ണത്തിനും. എന്നാലും 2 എണ്ണത്തിന് തേപ്പിച്ചിട്ട് പോളി. ചില ദിവസം തേപ്പിക്കാൻ നേരം കിട്ടുന്നില്ല. അവർ ആ വീട്ടിൽ അമ്മയുടെ അടുത്ത് പോയിട്ട് തേച്ചോളും. അപ്പോൾ തേക്കിലൊക്കെ ഒരു കണക്കായിരിക്കും, വൃത്തിയൊന്നും ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ തേപ്പിച്ച് കൊടുത്താലൊരു സമാധാനമാവുള്ളൂ, എന്നാലേ വൃത്തിയാവുള്ളൂ. അല്ലെങ്കിൽ മര്യാദയ്ക്ക് വായൊന്നും കഴുകില്ല ഇവർ. എന്നിട്ട് പിന്നെ കൊണ്ടിരുത്തി ഇവർക്ക് ഇപ്പോൾ ദോശ വേണ്ട. അപ്പോൾ എനിക്ക് വിശന്നിട്ട് പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ സാധനമൊന്നും കഴിക്കാറില്ല. മറ്റേ സ്മൂതി ഇങ്ങനെ കുടിച്ചിട്ട് പോവാറ്. ഇന്നിപ്പോൾ ദോശയും ചമ്മന്തിയും കണ്ടപ്പോൾ ഒരു കൊതി തിന്നാനായിട്ട്. ഡയറ്റ് ആയതുകൊണ്ട് ഇതൊന്നും തിന്നാൻ പാടില്ല. അതുകൊണ്ട് പക്ഷേ എനിക്ക് കൊതി സഹിക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാനൊരു മൊരിഞ്ഞ ദോശയും ചട്നിയും കൂടി എടുത്ത് കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. തിന്നിട്ടാന്ന് പറഞ്ഞാൽ നല്ല രസം. അങ്ങനെ ഞാനത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണം. അപ്പോൾ ഒരുമിച്ച് നിന്ന് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് പറ്റില്ല. അത് ഇനി ഞാൻ വേഗം വന്ന് 2 എണ്ണത്തിനും പിടിച്ച് നേരെ പോയോണ്ടിരിക്കാം. എന്നിട്ട് 2 എണ്ണത്തിനും പിടിച്ച് വലിച്ചിരുത്തി ദേഹത്തിൽ ചമ്മന്തിയൊക്കെ പകർത്തി. തിന്നാൻ ഭയങ്കര മടി രാവിലെ തിന്നാനായിട്ട്. കുറച്ച് 11 മണിയൊക്കെ ആകുമ്പോൾ കൊടുത്താൽ ഞാൻ കഴിക്കും. പക്ഷേ ഈ രാവിലെ തന്നെ കൊടുക്കുമ്പോൾ ഇവർ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് വാരി കൊടുക്കുകയാണ്. അവളുടെ മുഖം പോകണോണ്ടറിയാം, അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല.